മനോഹർ ജോഷിയുമാണ്. അതായത് സൂചിപ്പിച്ചു വന്നത് കോൺഗ്രസിന് അപ്പുറത്തേക്ക് മഹാരാഷ്ട്രയിൽ ആദ്യം വളർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എൻസിപിയും ശിവസേനയും. ആ രണ്ട് പാർട്ടികളും നടുവ് പിളർന്ന ശേഷം നടത്തുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ടുള്ളത്. ശിവസേന നമുക്കറിയാം കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബിജെപിക്ക് ഒപ്പമായിരുന്നു. അല്ലെങ്കിൽ 90കളുടെ ആദ്യം മുതൽ തന്നെ ബാലാസാഹിബ് താക്കറെയുടെ കാലഘട്ടത്തിൽ ബിജെപിയുമായി സഖ്യം ചേർന്ന ശിവസേന പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു അഭേദ്യമായ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ശിവസേന ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ കാലഘട്ടത്തിൽ എന്തിനെയാണോ ബാൽ താക്കറെ ഏറ്റവും കൂടുതൽ എതിർത്തത്? നമുക്കറിയാം ബാൽ താക്കറെ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ദർശന സന്ദേശത്തിലാണെങ്കിലും അദ്ദേഹം ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോ അതല്ലെങ്കിൽ നെഹ്റുക്കോ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച അല്ലെങ്കിൽ ജിത്തുപത്തിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ച ബാൽ താക്കറെയുടെ അതേ മകൻ തന്നെ പിന്നീട് ബിജെപി ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മുഖ്യമന്ത്രി കസേരയിലെത്തിയ ചരിത്രത്തിലൊക്കെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ്. അതേ തുടർന്ന് ശിവസൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ വികാരം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കരിഞ്ഞാലിൽ കൊണ്ടുപോയി ശിവസേനയെ പോലൊരു പ്രസ്ഥാനത്തേക്ക് എത്തിയതിൽ ശിവസേനയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശിവസൈനികർ എതിർക്കുകയും തുടർന്നാണ് താരയിൽ നിന്നുള്ള ഒരു മറ്റൊരു നേതാവ് ഏക്നാഥിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ശിവസേന രൂപപ്പെടുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നിയും അതാണ് യഥാർത്ഥ ശിവസേന എന്ന പ്രഖ്യാപിച്ചതുമൊക്കെ ചരിത്രമാണ്. അങ്ങനെ ശിവസേന രണ്ടായി പിളർന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതേപോലെ തന്നെ എൻസിപിയുടെ ബന്ധം നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന പാർട്ടി എൻസിപി, ശരത് പവാറും അജിത് പവാറും സുപ്രിയ സുലെയും ഒക്കെ നയിച്ചിരുന്ന എൻസിപി പിന്നീട് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ എൻസിപിയിൽ നിന്നും പിളർന്ന് ഭൂരിപക്ഷം എംഎൽഎമാരെയും വഹിച്ചുകൊണ്ട് എൻഡിഎയുടെ ക്യാമ്പിലേക്ക് എത്തുന്നു. എന്നാൽ ഭൂരിപക്ഷം എംഎൽഎമാരും എംപിമാരും അജിത് പവാറിനൊപ്പമാണ്, ഭൂരിപക്ഷം അണികളും അജിത് പവാറിനൊപ്പമാണെന്ന് കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ യഥാർത്ഥ എൻസിപിയും എൻസിപി പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള സ്റ്റോക്കും അജിത് പവാറിന് നൽകുന്നതും ചരിത്രമാണ്. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികൾ നടുവെ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഈ തവണത്തെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാണ് യഥാർത്ഥ ശിവസേനയായി മഹാരാഷ്ട്രയുടെ ജനങ്ങൾക്ക് ആരെയാണ് അംഗീകരിക്കാൻ പോകുന്നത്, യഥാർത്ഥ എൻസിപിയായി ആരെ പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിലയിരുത്തലാകും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാളെ വരാൻ പോകുന്ന ഫലം. അതേസമയം സർക്കാർ രൂപീകരണം തുടങ്ങാൻ ബിജെപി ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഈ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള അഴിമതികൾ ഭാഗത്തുള്ള നടക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ബിജെപി തന്നെയാണ്. അത് കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 105 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ കക്ഷിയായത് ബിജെപി ആയിരുന്നു. എന്നാൽ ശിവസേന ബിജെപി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം പോയതോടുകൂടിയാണ് അവിടെ ഏകദേശ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത പശ്ചാത്തലം. എന്നാൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ വിരൽ ചൂടുന്നത് മഹാരാഷ്ട്രയിൽ ബിജെപി നേതൃത്വം നൽകുന്ന സർക്കാർ വരും എന്നത് തന്നെയാണ്. ബിജെപിക്ക് കൃത്യമായ മാൻഡേറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. അതിനാൽ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ വിട്ടുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നവും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്ന മുംബൈയും ഒക്കെ വരുന്ന അതിന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘമെന്ന RSSന്റെ ആസ്ഥാനം വരുന്ന നാഗ്പൂരും ഒക്കെ അടങ്ങുന്ന മണ്ണാണ് മഹാരാഷ്ട്രയുടെ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വേരുകളുള്ള വീരി സാവർക്കറുടെയും ഛത്രപതി ശിവജിയുടെയും മണ്ണാണ് മഹാരാഷ്ട്ര. അങ്ങനെയുള്ള മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും ദേശീയ രാഷ്ട്രീയം വളരെയധികം ഉറ്റുനോക്കുന്നതാണ് ചിന്തിച്ചിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയോടൊപ്പം ചെയ്യുന്നുണ്ട് ഈ ശരത് പവാർ ഉദ്ധവ് താക്കറെ, ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഭാവി നിർണ്ണയം കൂടിയാവില്ലേ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പാണ്? ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരികയും വളരെ ശക്തമായി എൻസിപി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ച് ഇന്ത്യയിലെമ്പാടും വലിയ കോളിളക്കം ഉണ്ടാക്കിയ വമ്പൻ നേതാവാണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് അദ്ദേഹം അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ എൻസിപിയുടെ നെടുകെ പിളർപ്പുണ്ടായി. ആ പിളർന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും ജനകീയ അടിത്തറ അദ്ദേഹത്തിന് അത്ര ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതേപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ കാര്യത്തിലും ശിവസേനയുടെ പിളർപ്പിന് ശേഷം യഥാർത്ഥ ശിവസേന ഏത് എന്നും യഥാർത്ഥ എൻസിപി ഏത് എന്നും വ്യക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. പക്ഷേ ഇവിടെ വികാസ് അഘാടി വളരെ പിന്നിലാണ് എന്നും ജനവിഷയങ്ങളുടെ കാര്യത്തിൽ
മഹായുദ്ധിയാണ് മുന്നിലെന്നും എല്ലാ സർവേകളും പറയുമ്പോൾ അത് കേവലം ഒരു സർവേ റിപ്പോർട്ട് മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് സംഘടനാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായ മുന്നേറ്റം, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നതായ ശിവസേന ഇന്ന് ഭരണത്തിലിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം, രാജ്യമെമ്പാടും വന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയം പരിവർത്തനത്തിന്റെ ഭാഗം, മഹാരാഷ്ട്രയിലെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഈ സർക്കാരിൽ ലഭിച്ചിരിക്കുന്നതായ ആനുകൂല്യം, മോദി സർക്കാരിന്റെ ക്രിയാത്മകമായ കർമ്മ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മഹാരാഷ്ട്രയിൽ നേടാൻ കഴിഞ്ഞ വിജയം, ഇതിന്റെ എല്ലാം മാറ്റൊരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയില് മഹായുദ്ധിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വാക്കറിലും ആവാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് മഹാരാഷ്ട്രയിൽ ഇനി ഇന്ത്യയുടെ കാലഘട്ടമാണ് എന്ന് നിസ്സംശയം പറയാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അതോടൊപ്പം ശരത് ഉദ്ധവ് താക്കറെയുടെയും ഒരു നഷ്ടത്തോടൊപ്പം കോൺഗ്രസിനും കാര്യമായ നഷ്ടം അവിടെ സംഭവിച്ചേക്കാണെന്ന വിലയിരുത്തലുകൂടി ഈ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഉദ്ധരിച്ച് പറയേണ്ടി വരുന്നു. ഇവ കുറിച്ചിട്ട് കോൺഗ്രസ് ഇവ ഈ മഹാരാഷ്ട്രയാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഈ ഒരു രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തിയാൽ അവിടെ കോൺഗ്രസിന്റെ നിൽക്കുമൊക്കെയായ ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് അല്ലാതെ കയറി വന്ന എൻ സി പിയോടായിട്ട് വന്ന രണ്ടാമതൊപ്പം ശിവസേനയെ കൂട്ടുപിടിക്കാനുള്ള ശിവസേനയുടേതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒരു ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സഖ്യമായ മഹാവികാസ് അഘാടി സഖ്യം തീർച്ചയായിട്ടും അവിടെ വലിയൊരു മാറ്റം കൊണ്ടുവരും, വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോ ഹരിയാനയിലെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാമെന്നുള്ളത് നമ്മുടെ ഹരിയാനയിലെയും ഫലങ്ങൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പലപ്പോഴും ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് സാധാരണയായി വരാറുള്ളത് ഇപ്പൊ കുറെ കാലങ്ങളിലായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകരോടുള്ള മോദി സർക്കാരിന്റെ നയം അതൊക്കെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ വലിയൊരു രീതിയിൽ തിരിച്ചടി ഈ BJP സഖ്യകക്ഷികൾക്ക് ഉണ്ടാവുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. NDA സഖ്യകക്ഷികൾക്ക് ഉണ്ടാവുന്ന കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തന്നെയായാലും മഹാരാഷ്ട്രയിൽ ആദ്യം മുതൽ തന്നെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽക്ക് തന്നെ ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, നാളെ വരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വയനാടേക്ക് അർജുൻ അർജുൻ വയനാട്